ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എന്താണ് വർത്തമാനങ്ങളൊക്കെ? അപ്പോൾ എല്ലാവർക്കും നബിദിന ഓണാശംസകൾ നേരുന്നു. ഐസുവാ, എന്തിനാ രാവിലെ തന്നെ കരഞ്ഞിട്ട് നീച്ചു വരുന്നേ? ആർക്ക്? ടീച്ചർക്കോ? ടീച്ചർക്ക് ബിന്ദു ടീച്ചർക്കോ? നമുക്ക് ബാലവാടി പോവാനാ? കരയണ്ടട്ടാ, ഓണപ്പൂട്ട് പൂട്ടിയിട്ട് ബാലവാടി പോവന്ന് ലീവ് എടുത്തട്ടാ. ബാലവാടി പൂട്ടിക്കണേ. ബാലവാടി ഇല്ലായിട്ടാടാ, ടീച്ചർമാരൊക്കെ വീട്ടിൽ പോയിക്കണ, ഓണല്ലേ. അതിന് ചെന്തിനാ കരയുന്നത്? കരയണ്ട, നമുക്ക് 10 ദിവസം കഴിഞ്ഞിട്ട് ബാലവാടി പോവാട്ടാ. ഇപ്പൊ തന്നെ ബാലവാടി ഇല്ലേ? ചക്കുടൊക്കെ അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അവിടെ പോയോക്കാ, ഒത്തു പോയോക്കാ. കരയണ്ടട്ടാ. അക്കാക്ക കരയണേ, എന്റെ കുട്ടിയെ. അക്കാക്ക കരയണേ, അക്കാക്ക കരയണോക്ക. അക്കാക്ക കരയണേ. കരയണ്ട പറയ്, കരയണ്ട പറയ്, കരയണ്ട പറയ്. അക്കാക്കാക്ക് കൊടുക്ക്, അക്കാക്കാക്ക് കൊടുക്ക്. ഇതൊക്കെ അക്കാക്ക കരയുന്ന ബാലവാടി ഇല്ലായിട്ട് വെറുതെ കരഞ്ഞിട്ട് ദണ്ണം വരുത്തണ്ട കേട്ടാ. ടീച്ചർ ഫോൺ എടുക്കണില്ല, വിളിച്ചിട്ട്. എന്താ ടീച്ചർ ഫോൺ എടുക്കണ്ടേ? ടീച്ചർ ഫോൺ എടുക്കണില്ലടാ. തരൂല, തരൂല. വേണ്ട, ആകാട്ടെ ആകാട്ടെ. ആയിക്കോട്ടെ. ഇപ്പൊ ചായ ഒക്കെ തിളച്ചിട്ടാ. അപ്പൊ ചായ ഒക്കെ പഞ്ചാര എടുത്തപ്പോ തന്നെ ഓൾക്ക് തൊള്ളേക്ക് കൊടുക്കണം. കയ്യിനാണ് കേട്ടോ ഓൾ അവിടെ വന്ന് നിൽക്കുന്നത്. ചായ ഒക്കെ തിളച്ച്. അപ്പോൾ ദോശയൊക്കെ നമുക്കിന്ന് ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടൊരു കറി വെച്ചിരിക്കുകയാണ്. ഇതെന്താണ് കാട്ടണേ? എന്താണ് എന്നിട്ട്? എത്ര മീനുണ്ട്? 7 മീൻ. ഇത് പ്രസവിച്ചു. ഇത്
ഇതും പിന്നെ ഈ മീനും ഇതും. ആ വെള്ളം ഇവിടെ ഔത്ത് കളയല്ലേ, അല്ലെങ്കിൽ തന്നെ മഴയാണ്. ഞാൻ ഔത്തും കൂടി വെള്ളാക്കല്ലേ. മഴ അല്ലേ, മഴ പെയ്ത് പോയിപ്പോ. കടഞ്ഞ മീന് കുപ്പി മാറ്റിയല്ലേ, കളയാൻ പോവാ. ചെറിയൊരു കുട്ടിയതാ. ഇതിൽക്കാ മാറ്റി പിന്നെ ഇതിൽക്കന്നെ ഇട്ട്. അല്ല, ഞാൻ പിന്നെ ആ ചതുരത്തിലുള്ള ഒരു പാത്രം കണ്ടോ, അങ്ങനെയാണ് രണ്ടാം കത്തിയിലെങ്കിലും ഇതിക്ക് കിട്ടിയത്. ആ കുട്ടി വന്ന് വലിച്ചിടണ്ട. ഈ കൈ കഴുകിയിട്ട് ദോശ എന്നാവാ അത് വാരിയിട്ട് കുട്ടിക്ക് കൊടുത്താടി. ചക്കുടുക എന്റെ കുട്ടിക്ക് കൊടുക്കേ. ബാലവാടിക്കാരാ മുഖം കഴുകിയ ചായ കുടിക്കല്ലേ? ഇനി കറിയോ? കയറി ഇരിക്കുമ്പോ വാരത്തെ ചായ കുടിച്ചാ ചായ കുടിക്ക്. കൊടുന്നാരാ തര 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 പാപ്പ തിന്ന പാപ്പ തിന്ന പാപ്പ തിന്ന. അമ്മ വേറെ കൊടുന്നാര അമ്മ വേറെ കൊടുന്നാര. അപ്പോൾ നമ്മൾ കടയിലേക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ കടയിലേക്ക് ഞാൻ എപ്പോൾ പോകുമ്പോഴും എങ്ങനെ കാണാതെ പോയാലും മക്കൾ ആരെങ്കിലും കാണും കേട്ടോ. അപ്പോൾ അവർ 3 ആളും പാടെ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഞങ്ങൾ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കണം. അപ്പോൾ കുടിയിൽ മുളകും മല്ലി മഞ്ഞളും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടുത്തുള്ള മില്ലിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുടിക്ക് തിരുമ്പാനുള്ള സോപ്പും പാത്രം കഴുകണതൊക്കെ മേടിക്കാണ്ടായിരുന്നു. സോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാനും വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മക്കൾ 3 ആളും ഓർക്ക് എന്തെങ്കിലും കിട്ടാനൊക്കെ വേണ്ടിയിട്ടേ മിഠായി എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മില്ലിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, കാരക്കൂത്ത മില്ലാണ്. വീട്ടിൽ നിന്ന് കുറച്ച് വരാനുള്ളൂ വീട്ടങ്ങോട്ട്. അപ്പം മില്ലിൽ നിന്ന് പൊടി വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ലൂസാണ് കേട്ടോ വാങ്ങുന്നത്. 1 കിലോ മുളകും പിന്നെ 1/2 കിലോ മല്ലി മഞ്ഞളുമാണ് വാങ്ങിയത്. 1 കിലോ മുളകിന് ഇവിടെ ഇങ്ങനെ 240 ഉറുപ്പ്യാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മൾ വേറെ അടുത്ത കടയ്ക്ക് പോയി അവിടുന്ന് സോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത്. എടാ വേണ്ട വേണ്ട. കയ്യില് ഒരു പടക്കുണ്ടെങ്കിലൊന്നുമില്ലല്ലോ, അങ്ങോട്ട് നിൽക്കാനാണ് എന്റെ പടക്കുണ്ട്. കടയിൽ പോയി വന്നിട്ട് നേരം വൈകിട്ടുണ്ടാകും കേട്ടോ. വാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നത്തെ മുളകൊക്കെ പാത്രത്തേക്ക് ഇടുകയാണ്. പിന്നെ ചോറ് വന്നിട്ടുണ്ടായിരുന്നില്ല, വേവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ മീനും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. മക്കളെല്ലാവരും അവർക്ക് കിട്ടിയ മുട്ടായിയൊക്കെ തിന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചോറ് നോക്കി നോക്കുമ്പോൾ ചോറ് വേവാനായിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻ നന്നാക്കാനും വേണ്ടിയിട്ട് പോയി. അയലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് നന്നാക്കിയിട്ട് മുളകും മഞ്ഞളും ഉപ്പിട്ടിട്ട് അത് മസാല ആക്കി വെക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ കുറച്ച് നേരം വൈകിട്ട് ചായ കുടിച്ചത്. പിന്നെ അവർക്ക് അങ്ങനെ വിശക്കൂലാന്ന് വിചാരിച്ച് അപ്പോൾ അതങ്ങനെ അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അതാ ചോറൊക്കെ അവിടെ ഇമ്മ ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളം കുടിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കും.
പിന്നെ ഇത് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. ഇത് ഉള്ളിയും തക്കാളി ഇതൊക്കെ ഇട്ട് സിമ്പിളായിട്ടുള്ള കറി വെക്കുകയാണ് കേട്ടോ. കലക്കി മീൻ കറി കലക്കി വെക്കൂല അങ്ങനത്തെ കേട്ടോ. ഉള്ളിയും തക്കാളി മുളകും ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് ഇങ്ങനെ കഴിച്ചെടുത്തിട്ട് അതിലേക്ക് പുളിവെള്ളം പാരാനിട്ട് ചെയ്യാം. ഇത് എളുപ്പത്തിൽ ഇങ്ങനെ വെക്കൂല നമ്മൾ അങ്ങനെ കേട്ടോ. വാട്ടൊന്നും ചെയ്യാതെ ഇങ്ങനെയാണ് സാധാരണ ഇവിടെ വെക്കുക കേട്ടോ. എന്താണ് പുളി അതിലേക്ക് പാർന്നിട്ട് കുട്ടികളൊക്കെ അവിടെ കരഞ്ഞിട്ടൊക്കെ കളിക്കുന്നുണ്ട്. കരയണവും തല്ലൂടണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മുളകും മഞ്ഞളും ഉപ്പിടുക. പിന്നെ അയിലായ കാരണം ചകരം മല്ലിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അത് അടുപ്പത്ത് കയറ്റി വെച്ചിട്ട് പിന്നെ കത്തിച്ച് കൊടുക്കുകയാണ്. പിന്നെ അത്യാവശ്യം പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് അടിച്ചൊരു വൃത്തിയാക്കിയിട്ട് കുടത്തിലും ഒക്കെ കുടിക്കാനൊക്കെ വെള്ളം കൊടുന്ന് വെച്ചിട്ട് പിന്നെ അടുപ്പത്ത് ഒരു ചോറും ചെമ്പ് കഴുകിയിട്ട് അതിലൊരു കുടുക്ക വെള്ളം വെക്കും, ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടോ. അങ്ങനെ ഇപ്പോൾ അതാ മീൻ ചാറൊക്കെ തിളച്ച് വന്നിട്ട് പിന്നെ അങ്ങനെ മക്കൾക്ക് ചോറൊക്കെ കൊടുത്തിട്ടോ. അവിടെ ഇരുന്നോ കഴിച്ചോ? ഉമ്മച്ചി വാരി തരാം കേട്ടോ. ഓ എന്തിനാ കരയണേ? ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.